നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ എന്താ നിങ്ങൾ ചിന്തിക്കുന്നത് ഞാൻ പറയട്ടെ. എനിക്കിപ്പോൾ 25,000 രൂപയല്ലേ ശമ്പളം കിട്ടുന്നുള്ളൂ, അതുകൊണ്ടായിരിക്കാം എനിക്ക് കടമൊക്കെ വരുന്നത്. നാളെ ഒരു 50,000 രൂപ ശമ്പളം കിട്ടി തുടങ്ങിയ ഇതെല്ലാം ശരിയാവും. ഇതാണ് ആക്ച്വലി നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഉള്ളതെങ്കിൽ സത്യം അതല്ല. ശമ്പളം 25,000-ൽ നിന്ന് 50,000-ലേക്ക് ആകുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ലൈഫ് സ്റ്റൈലും അതിനനുസരിച്ച് മാറും. പഴയ ഫോൺ മാറ്റി ഐഫോൺ ആക്കും, ബൈക്ക് മാറ്റി കാർ ആക്കും. ഇങ്ങനെ കിട്ടിയ ഇൻകത്തിനനുസരിച്ച് നമ്മുടെ ചെലവുകളും അതേപോലെ തന്നെ അവിടെ കൂടും. രണ്ടുപേര്, ഒരാൾക്ക് ഏകദേശം 1,00,000 രൂപയാണ് ശമ്പളം കിട്ടുന്നത്. പക്ഷെ ഇയാളുടെ ചെലവ് ഏകദേശം 1,05,000 രൂപയോളം വരും. അതായത് 5,000 രൂപ എല്ലാ മാസവും ഇയാൾ കടം വാങ്ങിയിട്ടാണ് മാസം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്നാൽ രണ്ടാമത്തെ ആൾക്ക് 30,000 രൂപയെ ശമ്പളമുള്ളൂ. എന്നാൽ ഇയാളുടെ മൊത്തം ചെലവും 25,000 രൂപയിൽ ഒതുക്കാണ്. അതായത് ഏകദേശം 5,000 രൂപ എല്ലാ മാസവും ഇയാൾക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഈ പറഞ്ഞ രണ്ട് പേരിൽ ആക്ച്വലി ആരാണ് ശരിക്കും ധനികനായിട്ടുള്ളത്? തീർച്ചയായിട്ടും ആ 30,000 രൂപ ശമ്പളം കിട്ടുന്ന ആള് തന്നെയാണ്. എത്ര രൂപ സമ്പാദിക്കുന്നു എന്നതിലുപരി എത്ര രൂപ നിലനിർത്തുന്നുണ്ട് എന്നതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം.